ഒരു മര്യാദ വേണ്ടേ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. 7 ദിവസം പിന്നിടുക എന്ന് പറഞ്ഞാൽ ഇത് നോക്കുക, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയേണ്ടുന്നതിന്റെ ആവശ്യം കേരള ജനതയുടേതാണ് എന്നത് പ്രാഥമികമായി കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താണ് എന്ന് നാട്ടുകാരോട് ചിമിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിനൊരു മറുപടി ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ അത് ചോദിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട്, ഘടകകക്ഷികളോട് തന്നെ കണ്ണുരുട്ടി കാണിച്ചാൽ തീരാവുന്നതല്ല ആ ചോദ്യത്തിന് മറുപടി എന്നതാണ് പ്രധാനം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ദില്ലിയിലെ ഈ പറയുന്ന ഹൈക്കമാൻഡിന് മുന്നിൽ ദയകാത്ത് നിൽക്കേണ്ടവരല്ല. അവരുടെ വോട്ട് തേടി അവരുടെ വീട്ടുമുറ്റത്ത് ചെന്നവർ. നോക്കൂ, എവിടെയാണ് ഈ യോഗങ്ങളൊക്കെ നടക്കുന്നത്? മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ. മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിലിന്റെ മുന്നിൽ പോയി മാധ്യമങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഏതാണ്ട് 2.25 കോടിയാണ് ഇത്തവണ SIR-ന് ശേഷം വോട്ട് ചെയ്ത ജനം എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ്സുകാരുടെ, ദില്ലിയിലെ കോൺഗ്രസ്സുകാരുടെ വീടിന്റെ മുൻഭാഗത്തെ വാതിലാണോ തുറക്കുന്നത്, പിൻഭാഗത്തെ വാതിലാണോ തുറക്കുന്നത് എന്ന് പോയി കെട്ടിക്കിടക്കേണ്ടുന്ന ആവശ്യമൊന്നും കേരളത്തിൽ വോട്ട് കുത്തിയ ജനത്തിനില്ല എന്നതൊന്ന് മനസ്സിലാക്കണം. ഇത് കുടുംബഭരണമോ രാജഭരണമോ ഒന്നുമല്ല, തികഞ്ഞ ജനാധിപത്യമാണ്. ആ തികഞ്ഞ ജനാധിപത്യം അടപടലം ഉണ്ടാകുന്ന ഈ എന്താണ് മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനം പാളിപ്പോകുന്നതിൻ്റെ ഒരു പര്യായപദമായിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്. അതൊരു ആഡംബരമായിട്ട് അങ്ങനെ വിചാരിച്ച് വശാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.